ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എളിമയുള്ളയാള്, സാധാരണക്കാരൻ, പാവം. ഇതൊക്കെ അയാളെ കുറിച്ചുള്ള നിന്റെ സങ്കല്പങ്ങളാ പാറു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോ അയാളുടെ ശരിക്കുള്ള സ്വഭാവം. നീ എന്താ പറഞ്ഞു വരുന്ന? ഗന്ധർവന്റെ നാരങ്ങ മുട്ടായി കിട്ടിയപ്പോ സ്വർഗം കിട്ടിയ സന്തോഷായിരുന്നു ഇവളുടെ മുഖത്ത്. അയാളുടെ എഴുത്തിലെ പഞ്ചാര വാക്കുകളില് മയങ്ങി കിടക്കുക ഇവള്. സത്യം പറഞ്ഞ എനിക്കിവളെ ഓർത്ത് പേടിയുണ്ട്. അയാൾ ഇവളെ പാട്ടിലാക്കാൻ ശ്രമിക്കുവാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ലാതെ പിന്നെ അയാൾ ഇവളുടെ പുറകെ നടക്കുന്നത് ഇവളോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ അയാൾ എന്തായിരിക്കും ഇവളുടെ മുന്നിൽ വരാത്തെ? അയാളുടെ മനസ്സിലിരിപ്പ് വേറെയാ. നീ സൂക്ഷിക്കണം പാറു. നിനക്ക് വെറുതെ തോന്നുന്നതാ. അയാള് നല്ല ആളാ. അത് നിനക്ക് എങ്ങനെ അറിയാം? അയാളുടെ മനസ്സിലിരിപ്പ് വേറെ ആണോന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, നിന്നോട് സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ? ഒരു നാരങ്ങ മിഠായി കൂടി താടി. ഇല്ല, ഇതൊരു ചതിയും തന്നതാ, നീ തിന്നണ്ട. നീ ചട്ടമ്പി പാറുവല്ല, കുശുമ്പി പാറുവാ. നേരം കൊറേ ആയമ്മേ, അമ്മ കിടക്കുന്നില്ലേ? മോള് പോയി കിടന്നോ, അവൻ വന്നിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ. ചേട്ടൻ എവിടെ പോയതാ അമ്മേ? അറിയില്ല, എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കും. എന്തത്യാവശ്യം? രാത്രി ആയാലേ എല്ലാരും വീട്ടിൽ എത്തുക ചെയ്യാം. എന്റെ ചേട്ടൻ മാത്രം രാത്രിയായ കുളിച്ച് കുപ്പായിട്ട് പൗഡറും പൂശി പുറത്തു പോവും. എവിടെ പോയാന്ന് അമ്മ ചോദിക്കുകയില്ല, ചേട്ടനോട്ട് പറയുമില്ല. ചേട്ടൻ വരുമ്പോ എവിടെ പോയതാന്ന് അമ്മ ചോദിക്കണം. ഞാനും കുറച്ചു ദിവസമായിട്ട് വിചാരിക്കുന്നു, ഇന്ന് അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ദാ വരുന്നുണ്ടേ, ചോദിക്കേ. ചോദിക്കമ്മേ. എന്താമ്മേ? കഴിക്കാൻ എടുത്ത് വെക്കട്ടെ മോനെ. ചേട്ടനോട് കഴിക്കുന്ന കാര്യം ചോദിക്കുമെന്നാണോ അമ്മ ഇത്ര ആവശ്യത്തിൽ പറഞ്ഞേ? ഇങ്ങനൊരു അമ്മ. നല്ല വിശപ്പുണ്ടമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. പൊന്നു മോൻ എവിടെ പോയാലും അമ്മ ചോദിക്കുകയോ പറയുകയോ ചെയ്യില്ല. അതുകൊണ്ടേ അമ്മ പറയേണ്ടത് തൽക്കാലം ഞാൻ പറയാം. നീ മാറിയിക്കടി. ഞാൻ പറയുന്നതേ കേട്ടിട്ട് അങ്ങ് പോയാ മതി. എന്നാ പറ. അമ്മയ്ക്ക് പ്രായമായി വരുവാ. പാതിരാത്രിക്ക് കയറി വരുന്ന നിന്നെ നോക്കി ഉറക്കൊഴിക്കാനൊന്നും അമ്മയ്ക്ക് പറ്റില്ല. വേണ്ട, അമ്മ അമ്മയുടെ സമയത്ത് കിടന്നോട്ടെ. ഞാൻ വരുന്നത് നോക്കി നീ ഇരുന്നാ മതി. എനിക്ക് പോണ്ടേ? എവിടെ? അവിടെ. എവിടെ? തെളിച്ചു പറ. അതെ, ഏതെങ്കിലും ചെക്കൻ വന്ന് എന്നെ കെട്ടിക്കൊണ്ടു പോത്തില്ലേ? ഓ, അത്രത്തോളം നീ ആലോചിക്കാൻ തുടങ്ങിയല്ലേ? ശരി, ആയിക്കോട്ടെ. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? നീ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വരണം. ആഹാ, അങ്ങനെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നാലേ ഞാൻ ഈ ഉമ്മർത്ത് പോലും കേറ്റില്ല. പറഞ്ഞില്ലെന്നാ വേണ്ട. അമ്മയും മോളും ആദ്യം ഒരു തീരുമാനത്തിലെത്ത്, എന്നിട്ട് എന്നോട് പറ. എനിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. നാരങ്ങ മിഠായി പോലൊരു പെണ്ണിനെ കൊണ്ട് വേണം എന്നെ കെട്ടിക്കാൻ. നാരങ്ങ മിഠായി പോലത്തെ വേണോ? നാരങ്ങ മിഠായി സൂപ്പറാണ് എന്റെ പൊന്നമ്മേ. അമ്മേ, ഇടിയപ്പം വേണോ നാരങ്ങ മിഠായി വേണോ എന്ന് ചോദിച്ചാലേ നാരങ്ങ മിഠായി മതി തന്നെ എല്ലാരും പറയും. അതുകൊണ്ടേ അമ്മ ഏട്ടനെ ഒന്ന് ശ്രദ്ധിച്ചോ. നീ പോടി അവിടുന്ന്. എന്റെ മോനെ എനിക്കറിയാം. വണ്ടി ഇപ്പൊ ശരിയാവും മോളെ. ആശുപത്രിയിലേക്കല്ലേ അധിക ദൂരം ഇല്ല മോളെ. നമ്മളിപ്പോ
ഒന്ന് പെട്ടെന്ന് ശരിയാക്ക്. വർഷ പിന്നെ ആളെ കൊണ്ടുവരേണ്ടി സമയം എടുക്കും. നിങ്ങൾ വേറെ വണ്ടി വിളിച്ച് പൊയ്ക്കോ, അതാ നല്ലത്. വാ മോളെ, ഇറങ്ങ്. അമ്മേ, കരയാതെ മോളെ. ഈശ്വര, ഒരു വണ്ടി പോലും കാണുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? ആ ജംഗ്ഷനിൽ പോയാ ഏതെങ്കിലും വണ്ടി കിട്ടും. മോളെ, അതുവരെ നോക്ക് നടക്കാൻ പറ്റുമോ? അമ്മേ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ ഈശ്വര? ആ ജംഗ്ഷൻ വരെ നടന്നാ മതി മോളെ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. മോളെ, എങ്ങനെയെങ്കിലും അവിടെ വരെ ഒന്ന് നടക്ക്. മോളെ, 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 ഈശ്വര, എന്ത് ചെയ്യുക? എന്താ എന്താ പറ്റിയേ? ഡോക്ടർ 14 ഡേറ്റ് പറഞ്ഞത്. പെട്ടെന്ന് പെയ്ത് തുടങ്ങി. ഓട്ടോ വഴിയിൽ നിന്ന് പോയി. പേടിക്കണ്ട ചേച്ചി, ഏതെങ്കിലും വണ്ടി കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈശ്വര, മോളെ, ഒന്ന് നിർത്തോ. നീ എന്താ ചാവ ഇറങ്ങിയാണോ? ചേട്ടാ, ഗർഭിണിയാ, ഒട്ടും വയ്യ. വേറെ വണ്ടി ഒന്നും കിട്ടുന്നില്ല. ചേച്ചിയെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കോ. മേഡത്തിന് എങ്ങോട്ട് അത്യാവശ്യമായിട്ടൊരു ഇടം വരെ പോവുക, സമയമില്ല, മാറിക്കോ. മാഡത്തിനോട് ഒന്ന് പറഞ്ഞു നോക്കൂ, മാഡം സമ്മതിക്കും. മാഡം ഒരു സ്ത്രീയല്ലേ? മാഡം, ആ ചേച്ചിക്ക് പ്രസവ വേദന തുടങ്ങി. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ. കരയാതെ മോളെ. മാഡം, അയ്യോ, പെട്ടെന്ന് എണീക്ക് മോളെ.